ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് കുഞ്ഞൂസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തിലെ വട്ടമേശ സമ്മേളനങ്ങൾ എന്ന ഭാഗമാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷങ്ങളാണ് 1930, 1931, 1932. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ജെയിംസ് പാലസ്, ലണ്ടൻ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിത ബീഗം ജഹാനാര ഷാനവാസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ഹെൻറി ഗിഡ്നി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവ് ആർക്കോട്ട് രാമസ്വാമി മുതലയാർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്തത് അക്ബർ ഹൈദരി. മൈസൂരിൻ്റെ പ്രതിനിധിയായി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദിവാൻ സർ മിർസ ഇസ്മയിൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ബറോഡയിൽ നിന്നുള്ള സാന്നിധ്യം VT കൃഷ്ണമാചാരി. ഇനി നമുക്ക് ഓരോ വട്ടമേശ സമ്മേളനങ്ങളായി നോക്കാം. 1ാം വട്ടമേശ സമ്മേളനം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ 1930 ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. 1ാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. 1ാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയായിരുന്നു. 1ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനായിരുന്നു. 1ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഗാ ഖാൻ, തേജ് ബഹാദൂർ സപ്രു. 1ാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് റാംസെ മക്ഡൊണാൾഡായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. 1ാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. 1ാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിഞ്ഞു. 1ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് തേജ് ബഹാദൂർ സപ്രു ആയിരുന്നു. 2ാം വട്ടമേശ സമ്മേളനം. 2ാം വട്ടമേശ സമ്മേളനത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. 2ാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമായിരുന്നു. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പൽ SS രജപുത്താന. 2ാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജി. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തത് സരോജിനി നായിഡു ആയിരുന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് സർദാർ KM പണിക്കരായിരുന്നു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തി മദൻ മോഹൻ മാളവ്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം 2ാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു. സിവിൽ നിയമ ലംഘന സമരം പുനരാരംഭിച്ചത് 1932 ജനുവരി 3. 3ാം വട്ടമേശ സമ്മേളനം. 1932. 3ാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയായിരുന്നു. INC പങ്കെടുത്തില്ല. 3ാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട ആക്റ്റായിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു.